അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ഫിഖ്ഹിൻ്റെ 8ാം ക്ലാസ് ഫിഖ്ഹിൻ്റെ കുറച്ച് മോഡൽ ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ പ്രവർത്തനം നൂസുൽ ബിൽ മുനാസിബി, യോജിച്ചത് കൊണ്ട് ചേർത്ത് കൊടുക്കാനാണ്. ഒന്ന് ഏർഖാനി ഫി സഫ്ഹത്തൈ ഉനുഖി, കഴുത്തിൻ്റെ രണ്ട് ഭാഗത്തിലൂടെ പോകുന്ന രണ്ട് ഞരമ്പുകൾ ഏതാണ്? അതാണ് വദ്ജൈനി, രണ്ട് കണ്ടനാടികൾ. ഇനി അടുത്തത് നദറു തബറുരി, തബറുറിൻ്റെ നേർച്ച. തബറുറിൻ്റെ നേർച്ച എന്നാൽ എന്താണ്? വഹുവ മാ യത്ലുബു ബിഹിൽ ബിർറ വതഖറുബി ഇലല്ലാഹി തആല, ദൈവസാമീപ്യവും പുണ്യവും ഉദ്ദേശിക്കുന്ന നേർച്ചയാണ് തബറുറിൻ്റെ നേർച്ച. അത് ഇടതുഭാഗത്ത് കാണാം, മൻദൂബുൻ, സുന്നത്താണ്. 3 നദറുൽ ലജാജ്. എന്താണ് നദറുൽ ലജാജ്? പിണക്കം കൂട്ടുന്ന നേർച്ച. എന്നാൽ ചിലപ്പോൾ പരീക്ഷയിൽ അതൊക്കെ ഉത്തരം എഴുതാൻ വേണ്ടി വരും കേട്ടോ. വഹുവ നദറുൽ മുഅല്ലഖു ബിശൈഇൻ, ഒരു കാര്യവുമായി ബന്ധപ്പെടുത്തിയ നേർച്ചയാണത്. അതെന്താണ് വിധി? അത് മക്റൂഹുൻ, കറാഹത്താണ് ലജാജ്. 4 മഖ്തൂഉൽ ഉൻസയൈൻ, വൃക്ഷണങ്ങൾ മുറിക്കപ്പെട്ടത്. അതെന്താണ്? ഇടതു ഭാഗത്ത് കാണാം, ഹസിയുൻ, വൃക്ഷണം ഉടച്ചത്. 5 വലി സ്വലാത്തി അലൽ മയ്യിത്തി, മയ്യിത്ത് നിസ്കാരത്തിനുണ്ട്. ഇടതു ഭാഗത്ത് കാണാം, സബഅത്തു അർക്കാനിൻ, 7 ഫറളുകൾ. 6 ലിൽ ഹയവാനിൽ മദ്ബൂഹി ഗൈറിൽ മരീളി, രോഗിയല്ലാത്ത അറക്കപ്പെട്ട ജീവി. എന്താണ്? ഷർത്താനി, 2 ഷർത്തുകളുണ്ട് അതിന്. ഇനി അടുത്തത് നുതമ്മിമു, പൂർത്തിയാക്കാം. 1 അൽ ഹുൽഖൂമു മഖ്റജു ഡാഷ്, പൂരിപ്പിച്ചു കൊടുക്കുക. അൽ ഹുൽഖൂമു മഖ്റജുൻ നഫ്സി, ശ്വാസം പുറത്തിറക്കുന്ന നാഡിയാണെന്ത്? ഹുൽഖൂം. 2 അൽ അഫ്ളലു അൻ യുദ്ബഹ അനിൽ ഉലാമി, കുട്ടിയെ തൊട്ട് അറുക്കപ്പെടുന്നതിൽ അഫ്ളൽ, അത് ഷാത്താനി, 2 ആളാണ്. 3 യുസന്നു ഇജാബത്തുൽ തഅസിയത്തി ബിനഹവി ഡാഷ്, തഅസിയത്തിന് മറുപടി കൊടുക്കൽ സുന്നത്താണ്. ഏതുപോലത്തത് കൊണ്ട്? ജസാക്കല്ലാഹു ഖൈറൻ വതഖബ്ബലല്ലാഹു മിൻക. 4 അൽ ഖരീഫു, ഖരീഫ് എന്നാൽ എന്താണ്? നമ്മുടെ തുടക്കത്തിലുള്ള പാഠത്തിലുള്ളതാണ്. തുടക്കത്തിലെ 2ാമത്തെ പാഠത്തിലാണെന്ന് തോന്നുന്നു. അൽ ഖരീഫു, ഖരീഫ് എന്ന് പറഞ്ഞാൽ അസ്സമറുൽ മുജ്തന, പറിച്ചെടുത്ത പഴത്തിനാണ് ഖരീഫ് എന്ന് പറയാം. 5 തുജ്സിഉൽ ബദനത്തു വൽ ബഖറത്തു അൻ ഡാഷ്, തുജ്സിഉൽ ബദനത്തു വൽ ബഖറത്തു അൻ സബ്അത്തിൻ. ഇനി അടുത്ത പ്രവർത്തനം നക്തുബുൽ അഹ്കാം, വിധി എഴുതാനാണ്. നമുക്ക് വിധി എഴുതാം. 1 മാ യഹ്റുമു അകുലുഹു മിനൽ ഹയവാനിൽ ബല്ലി, കരജീവികളിൽ നിന്ന് കഴിക്കൽ ഹറാമായ ജീവികൾ. അതിൻ്റെ ഉദാഹരണം എഴുതാം. അതിൽ ലിഫ്ദ, തവള വരും. തിംസാഹ്, മുതല. അതുപോലെ സുലഹഫാത്ത്, ആമ. സർത്താൻ, ഞണ്ട്. ഇതൊക്കെ ഹറാമാണ്. 2 മാ തുസ്തഹബ്ബു ഫിൽ അഖീഖത്തി, അഖീഖത്തിൽ സുന്നത്തായ കാര്യങ്ങൾ. 7 കാര്യങ്ങൾ പറയുന്നുണ്ട് അഖീഖത്ത് അറുക്കുമ്പോൾ സുന്നത്തായ കാര്യങ്ങൾ. അത് നിർബന്ധമായി പഠിച്ചു വെക്കണം. 1 അൻ യഖൂല ഇൻദ ദബിഹി അല്ലാഹുമ്മ ഹാദാ മിൻക വ ഇലൈക ഹാദിഹി അഖീഖത്തു ഫുലാനി, അറുക്കുന്ന സമയത്ത് ഇത് ചൊല്ലുക, അല്ലാഹുമ്മ ഹാദാ മിൻക വ ഇലൈക ഹാദിഹി അഖീഖത്തു ഫുലാനി, അത് സുന്നത്താണ്. അതുപോലെ 2 ദബുഹുഹ ഇൻദ തുലൂഇ ഷംസി, സൂര്യൻ ഉദിച്ച ശേഷമാകൽ സുന്നത്തുണ്ട്, ഉദിക്കുന്ന സമയത്ത്. 3 ഹൽഖു റഅ്സിൽ മൗലൂദി ബഅദ ദബിഹി, അറുത്ത ശേഷം കുട്ടിയുടെ മുടി കളയൽ, അത് സുന്നത്താണ്. 4
അത്തസുദ്ദുഖു ബി വസിനി ഷഅരി ദബഹൻ ഔ ഫിള്ളത്തൻ. തൂക്കം, മുടിയുടെ തൂക്കം അനുസരിച്ച് സ്വർണമോ വെള്ളിയോ സ്വതക്ക ചെയ്യൽ സുന്നത്താണ്. നബി തങ്ങൾ അതിനെ ചെയ്തിട്ടുണ്ട്. 5 അൻ യകൂന ദബഹു യൗമ സാബിഇ വിലാദത്തിഹി വയുസ്തഹബ്ബു യൗമുൽ വിലാദത്തി മിൻ സബഇൻ. ജനിച്ചിട്ട് 7 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? അറുക്കൽ സുന്നത്താണ്. 6 അൻ യുസമ്മ ഫീഹി ഖബ്ല ദബഹി. അറുക്കുന്നതിന് മുമ്പ് പേര് കൊടുക്കുക കുട്ടിക്ക്. 7 തഹ്സീനുൽ അസ്മാ. കുട്ടിക്കുള്ള പേര് നന്നായിരിക്കണം, നല്ല പേര് വെക്കണം. അതുപോലെ 5 അൻ ലാ യുക്സറ അളുമുൽ അഖീഖത്തി. അഖീഖത്തിൻ്റെ എല്ല് പൊട്ടിക്കാതിരിക്കുക, അത് സുന്നത്താണ്. ഇതാ ഇങ്ങനെ 7 സുന്നത്തുകളുണ്ട്. ഇഷ്ടമുള്ളത് 2 എഴുതാം. 3 അർക്കാനു സ്വലാത്തിൽ മയ്യത്തി. മയ്യത്ത് നിസ്കാരത്തിൻ്റെ റുക്കനുകൾ. ഒന്നാമത്തേത് നമുക്കറിയാം, നിയ്യത്താണ്. 2 അൽ ഖിയാമു ലിൽ ഖാദിരി അലൈഹി. നിൽക്കാൻ കഴിവുള്ള ആൾ നിൽക്കുക. 3 അർബഉ തക്ബീറാത്തിൻ. 4 തക്ബീറാണ്. 4 ഖിറാഅത്തുൽ ഫാത്തിഹ. ഫാത്തിഹ ഓതൽ. 5 അസ്വലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ തക്ബീറത്തി സാനിയത്തി. 2ാമത്തെ തക്ബീറിന് ശേഷം നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക. 6 ദുആഉൻ ഉഖറവിയ്യുൻ ലിൽ മയ്യത്തി ബി ഖുസൂസിഹി ബഅദ തക്ബീറത്തി സാലിസത്തി. 3ാമത്തെ തക്ബീറിന് ശേഷം മയ്യത്തിന് പ്രത്യേകമായിട്ടുള്ള പാരത്രികമായ വിജയത്തിന് വേണ്ടിയുള്ള ദുആ കൊണ്ടുവരിക. 7ാമത്തെ കാര്യം, അത് നമുക്ക് 6ാമത്തെ പാഠത്തിലാണ് പറയുന്നത്. 7ാമത്തെ കാര്യം അതേതാണ്? അത് അസ്സലാമു ബഅദ റാബിഅത്തി. സലാം 4ാമത്തെ തക്ബീറിന് ശേഷം എന്ത് ചെയ്യുക? സലാം വീട്ടലാണ്. ചിലപ്പോൾ സലാമിൽ സുന്നത്ത കാര്യം ചോദിച്ചാൽ വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്ന് പറയൽ സുന്നത്തുണ്ട്. അതും 2 പ്രാവശ്യം പറയൽ സുന്നത്താണ്. അപ്പോൾ വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും തലതിരിക്കലും. ഇനി ഉത്തരം എഴുതാം. നുജീബു. 1 ഷർത്തു ദബിഹിൻ മാഹുവ. അറക്കുന്നവൻ്റെ ഷർത്തുകൾ. 1 മുസ്ലിമൻ, മുസ്ലിം ആയിരിക്കുക. 2 ഔ കിതാബിയൻ തഹില്ലു മുനാകഹതുഹു. അല്ലെങ്കിൽ വിവാഹബന്ധം അനുവദിക്കപ്പെടുന്ന വേദക്കാരനായിരിക്കണം. 2 അൻ നദുറു മാഹുവ. നേർച്ച എന്നാൽ എന്താണ്? ഉത്തരം അന്നദുറു ഇൽത്തിസാമു മുസ്ലിമിൻ മുകല്ലഫിൻ ലൈസത്ത് ഫറളു ഐനിൻ. മതവിധികൾ ബാധകമായ ഒരു മുസ്ലിം ഫറള് ഐനല്ലാത്ത ഒരു കാര്യം നിർബന്ധമായും ഏറ്റെടുക്കലാണ് നേർച്ച എന്ന് പറഞ്ഞാൽ. 3 ഹഖുല്ലാഹി ഫിൽ കഫരി മാഹിയ. കഫൻ ചെയ്യുന്നതിൽ അള്ളാഹുവിൻ്റെ ഹക്ക് എത്രയാണ്? അത് സാത്തുൽ ഔറത്ത്, ഔറത്ത് മറക്കുക എന്നതാണ്. 4 തുസന്നു ലിൻ നിസാഇ സിയാറത്തു ബഅദൽ ഖുബൂരി ബിഷറത്തിൻ മാഹുവ. ഖബർ സന്ദർശനം സ്ത്രീകൾക്ക് സുന്നത്താക്കപ്പെടും. ഏത് ഷർത്തോടൊപ്പം? 1 ദഹാബിഹിന്ന ഫി നഹവി ഹൗദജിൻ. പല്ലക്ക് പോലത്തതിൽ അവരുടെ സിയാറത്ത് പോക്കാവലാണ്. 2ാമത്തത് മിമ്മാ യസ്തുറു ഷഖ്സഹുന്ന അനിൽ അജാനിബി. അന്യ ആളുകളെ തൊട്ട് അവരുടെ രൂപം മറയുന്നതായിരിക്കുക. ഈ ഷർത്തോടു കൂടെ അവർക്ക് സുന്നത്താണ്. 5 ഇസ്തിഅദാദു ബിൽ മൗതി ബിമ. മരണത്തിന് ഒരുങ്ങി തയ്യാറാവണം. എന്തെല്ലാം കൊണ്ട്? ഉത്തരം അൽ ഇസ്തിഅദാദു ലിൽ മൗതി ബി തൗബത്തി വൽ ഖുറൂജി മിനൽ മളാലിമി. പശ്ചാത്തപിച്ചുകൊണ്ടും അക്രമങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കൽ കൊണ്ടുമാണ്. അടുത്ത പ്രവർത്തനം നുബയ്യിനു വ്യക്തമാക്കാം. നദുറുൽ മുജാസാത്ത്. മുജാസിയായ നേർച്ചാൽ എന്നാൽ എന്താണ്? അത് ഹുവ നദുറുൽ മുഅല്ലഖു ബിഷൈഇൻ. ഒരു കാര്യവുമായി ബന്ധപ്പെടുത്തിയ നേർച്ചയാണ്. 2 അഷ്ഷഹീദു. ആരാണ് ഷഹീദ് എന്ന് പറഞ്ഞാൽ? ഉത്തരം ഹുവ മൻ ഖുത്തില ഫി ഖിതാലിൽ കുഫാരി. കാഫിരീങ്ങളോടുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവർക്കാണെന്ന് പറയാം ഷഹീദ് എന്ന് പറയാം. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 3 അക്മലുൽ ഖബർ. ഖബറിൽ നിന്ന് കുറഞ്ഞത്. ഉത്തരം അഖല്ലുൽ ഖബരി
ഹുഫ്റത്തുൻ തംനഉ ളുഹൂറ റായിഹത്തി വനബിഷ സിബാഇ. മണം പുറത്തേക്കടിക്കുന്നതിനെയും ക്രൂരജന്തുക്കൾ മാന്തുന്നതിനെയും തടയുന്ന ഒരു കുഴിയാണ് ഖബറിൻ്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം. ഈ പരിപൂർണമായത് എഴുതി കൊടുക്കണം. ഇനി അടുത്ത പ്രവർത്തനം തർജിം ചെയ്യാം. ഇജ്അൽഹു ഫറതൻ ലി അബവൈഹി. അവൻ്റെ മാതാപിതാക്കൾക്ക് അവന് നീ മുൻകൂട്ടിയുള്ള പ്രതിഫലം നൽകണമേ. 2 ഇസ്തഗ്ഫിറു ലി അഖീക്കും ഫഇന്നഹുൽ ആന യുസ്അലു. നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലുക. ഫഇന്നഹുൽ ആന യുസ്അലു. തീർച്ചയായും അദ്ദേഹത്തോടിപ്പോൾ ചോദിക്കപ്പെടുകയാണ്. ഇനി അടുത്ത പ്രവർത്തനം നക്തുബുൽ മഅന, അർത്ഥം എഴുതാൻ. ബൂമുൻ എന്ന് പറഞ്ഞാൽ കൂമൻ എന്നാണ് അർത്ഥം. 2 സൊഖറുൻ എന്ന് പറഞ്ഞാൽ രാജകിളി. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ 8ാം ക്ലാസ്സിലെ ഫിഖുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.